ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. ആകെ ടെൻഷൻ അടിച്ച് പേടിച്ചൊരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമാണെങ്കിൽ കൂടെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഇതിനായിട്ട് ടെൻഷൻ അടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ 2 ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് വീണു. അതിന് ശേഷമാണ് ഫോണിന് എന്തൊക്കെയോ ഒരു തകരാറ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ വാങ്ങിയിട്ട് ഇപ്പോൾ അത്രയൊന്നും ആയിട്ടുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നേ. എത്ര ആയില്ലെന്ന് വെച്ചാൽ 1 ഇയർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫോണ് ജസ്റ്റ് ഒന്ന് കുലുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്തോ ഇളകുന്ന പോലെയൊക്കെ തോന്നിയിട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് എൻ്റെ കസിൻ്റെ അടുത്ത് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണേ. അപ്പോൾ എൻ്റെ നാട്ടിലാണ്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിൽ പോകുന്ന ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ആകെ ടെൻഷനാണ്, കാരണം ഫോണ് റെഡി ആയിട്ടുമില്ല. പക്ഷേ ക്യാമറ എടുക്കാനും കോൾ ചെയ്യാനും അല്ലാത്തതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ചില എന്തൊക്കെയൊക്കെ ഒരു തകരാറ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലോ. കാരണം നമ്മൾ അത്രയും കെയർ ചെയ്ത് കൊണ്ടെടുക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഫോണില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം എന്തോ ഒരു ബോറായിരിക്കും കേട്ടോ. അന്നത്തെ ദിവസം തന്നെ എങ്ങനെയോ ഒന്ന് കഴിഞ്ഞിട്ടിയാൽ മതിയെന്നായിരിക്കും കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ ഇല്ലെങ്കിലുള്ള അവസ്ഥ, അത് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് കേട്ടോ നമ്മളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനെ ഞാൻ വേഗം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പത്തിരി ചൂടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് കുറച്ച് നേരം വൈകിട്ട് ഒരു ലാഗ് അടിച്ചിട്ട് തന്നെയാണ് കേട്ടോ. കാരണം നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം പോക്ക് തന്നെ ആയിരിക്കും. അന്നത്തെ ദിവസം പണിയെടുക്കാനും കഴിയില്ല. പണി എത്ര എടുത്താലും മുന്നോട്ട് നീങ്ങില്ല കേട്ടോ. എന്തായാലും ഞാൻ കുറേ ദുആ ഒക്കെ ചെയ്തു. പിന്നെ എന്താ പറയുക, കുറേ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടോ. കാരണം നമുക്ക് ഫോണൊക്കെ ഒന്ന് റെഡി ആയി കിട്ടണം. കാരണം എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതാണ്, പിന്നെ എക്സാമിന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ്. അങ്ങനെ ഫോണില്ലെങ്കിൽ ആകെ ഇടങ്ങാറാവും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നേ. ആ ടെൻഷനും കാര്യങ്ങളൊക്കെ പേറിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ പത്തിരിക്കുള്ള മാവും കാര്യങ്ങളൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് നേരം ഒന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടോ, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും കൂട്ടിയിട്ട് കുഴച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്താൻ വേണ്ടിയിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ചോറ് ഞാൻ വേഗം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ, അതൊന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് നേരം വൈകിയാലും നമ്മൾ കറണ്ടടുപ്പും ഗ്യാസും ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടോ. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീട്ടിൽ പോകാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് വേഗം ഞാൻ പണികളൊക്കെ തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ പരുത്തല്ല കുഴക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രസ്സിലിട്ടിട്ട് പരുത്തലും ചുടലൊക്കെ ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ മീൻകറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് കൊണ്ട് തന്നെ പത്തിരി ചുട്ടാൽ നമുക്ക് എളുപ്പമായിട്ട് അതിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും ആവും കേട്ടോ. അങ്ങനെ പത്തിരിക്കുള്ള മീൻകറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് തന്നെ വേഗം ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. പിന്നെ ഇഷുവിന് ഇതിൻ്റെ ഇടയിൽ വേഗം പത്തിരി ചുട്ട് അവനക്കുള്ള കഴിക്കാൻ കൊടുത്തിട്ട് അവനെ വേഗം മദ്രസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവനെ മദ്രസ് വിടുന്നതിന് മുമ്പ് കൂട്ടിയിട്ട് അങ്ങനെ പോകണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പത്തിരി ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ഒരു മീനുണ്ടായിരുന്നു. അപ്പോൾ ചെറിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരു അയില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ മസാലയൊക്കെ തേച്ചിട്ട് തലേന്ന് വെച്ചതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പൊരിക്കാൻ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ചെറിക്കുള്ള ലഞ്ച് ബോക്സും കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കൊടുത്തേക്കാണ്. പിന്നെ ചെറി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം പോകാം കേട്ടോ. എൻ്റെ വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി, ഓളിൽ കൊടുത്താൽ മതി കേട്ടോ. കുറേ പേര് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, എന്താ ഇപ്പോൾ വീഡിയോ ഇടലില്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, അതൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ രാവിലത്തെ ആ ഒരു പത്തിരി മീൻകറിയും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ ചെറീൻ്റെ കൂടെ തന്നെ. അതിന് ചെറിയ ഫുഡൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം മുറ്റടിച്ചാരാണ്. ഇപ്പം മഞ്ഞുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. മുറ്റത്ത് അത്യാവശ്യം നല്ല പോലെ അടിച്ചാരുമ്പോൾ പൊടിയുണ്ട് കേട്ടോ. അങ്ങനെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം അകത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അകം ഒന്ന് മൊത്തത്തിലൊന്ന് അടിച്ചാരിയിടുന്നുള്ളൂ കേട്ടോ. തുടക്കലും കാര്യങ്ങളൊക്കെ തലേന്ന് ചെയ്തതുകൊണ്ട് തന്നെ തുടക്കാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടെ ഡൈനിങ് ഹാളും റൂമും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടെ കൊലായിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൊലായത്തെ റൂമും ബാക്കിയുള്ള കൊലായും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടുന്നുണ്ട്. ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലക്കാനുള്ളത് അലക്കി കുളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ.
അങ്ങനെ ഇതാ ഞാൻ എൻ്റെ വീട്ടിലെ പരിപാടികൾ മൊത്തം കഴിഞ്ഞിട്ട് ഇതാ വേഗം വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് ഇതാ ഓട്ടോ വിളിച്ചതാണ്. അപ്പോൾ ഈ ഓട്ടോ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ അമ്മോൻ്റെ മോൻ്റെ വീഡിയോ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ വാറൻറ്റി ഉണ്ടോ നോക്ക്, എന്നിട്ട് റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ കേട്ടിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകുന്ന ഇതാ വരുന്ന സമയത്ത് പപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ചായയും കുടിച്ചു. ഉച്ചയായപ്പോൾ ഇതാ ഫുഡ് കഴിച്ചു കേട്ടോ, ഉച്ചയത്തെ ഫുഡ്. അപ്പോൾ ചെറുപയറും ഉണ്ട്, പിന്നെ ബീഫ് വരറ്റിയത് തലേന്നത്തുണ്ട്, ഒരു മീൻ പൊരിച്ചും എടുത്തു കേട്ടോ. എല്ലാം കൂടിയും കണ്ടാലും ഒരുമിച്ച് കഴിക്കാനുള്ള പൂതി എല്ലാവർക്കും ഉണ്ടാവില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ചപ്പോൾ അവന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അമ്മോൻ്റെ മോനെ. അങ്ങനെ ഓനോട് ഞാൻ പറഞ്ഞ് ഫോണൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓൻ്റെ കൂടെ ഷോപ്പിൽ പോയി. അങ്ങനെ ഏതായാലും മാഷാഅല്ലാ അൽഹംദുലില്ലാ ഫോണൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറേ ഞാൻ പഠിച്ചവനോട് നന്ദി പറഞ്ഞു കേട്ടോ. കാരണം നമ്മൾ അത്രയും എന്താ പറയുക, അത്രയും നോക്കി നടക്കുന്ന, അല്ലെങ്കിൽ ഫോൺ അത്രക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ അത് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്തപ്പോൾ തന്നെ കുറേ സമാധാനം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിൻ്റെ ഇടയിൽ ഞാനെങ്ങനെ വീഡിയോസ് എടുത്തതെന്നുള്ളത് കേട്ടോ. ഈ വീഡിയോസൊക്കെ ഞാൻ എടുത്തത് എൻ്റെ ഉമ്മാൻ്റെ ഫോണിൽ നിന്നാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫോണിലേക്ക് വാട്സപ്പ് ചെയ്തതാണ്. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഫോണിൽ വീഡിയോസ് എടുക്കണോണ്ടൊന്നും ബുദ്ധിമുട്ടില്ല, ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഇളക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. ഏതായാലും അതൊക്കെ എന്താ പറയുക, റെഡിയാക്കി കിട്ടിയതുകൊണ്ട് ഒരു സമാധാനം കേട്ടോ. അങ്ങനെ ഞാൻ ഏതായാലും ഇനിയിപ്പോൾ രാത്രി പോവുള്ളൂ, ചെറി വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചെറി ഇങ്ങോട്ട് വരിക, അങ്ങനെ പിന്നെ ഒരുമിച്ച് പോകാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് ഓർക്കാപ്പുളി അഥവാ നെരങ്ങാമ്പുളി ഉണ്ട് കേട്ടോ. ഞങ്ങളെ നാട്ടിൽ നെരങ്ങാമ്പുളി പറയും, എന്നെ കെട്ടിച്ചു കൊടുത്ത് ഓർക്കാപ്പുളി എന്നാട്ടോ പറയാം. അങ്ങനെ അത് പറിച്ചിട്ട് നല്ല പോലെ ഒന്ന് കേക്ക് എടുത്തിട്ട് ഇതാ നമ്മൾ അതൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ. എന്നിട്ട് ഇത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഉമ്മാക്കും കൊടുക്കും, കുറച്ച് ഞാനും എടുക്കും കേട്ടോ. അതിനാണ് പിന്നെ കുറച്ച് തോനെ തന്നെ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾക്ക് അതൊക്കെ ആ ഒരു മസാലയിൽ പിടിച്ചാൽ പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് അതിൻ്റെ ഇടയിൽ ഉമ്മ ചപ്പാത്തിക്കുള്ള മാവ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അടച്ചുടലും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് അടച്ചുടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ അധികം ഉമ്മാനോട് ഉണ്ടാക്കിക്കൽ അടയാണ് കേട്ടോ. പിന്നെന്താ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു അച്ചാറിലേക്കുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ കിട്ടാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ വീഡിയോസിൽ കുറച്ച് ക്ലിയർ കമ്മിയായിരിക്കും കേട്ടോ, കാരണം ഞാൻ വേറൊരു ഫോണിൽ നിന്നാണല്ലോ വീഡിയോസ് എടുത്തിട്ടുള്ളത്, അതാണ് കേട്ടോ. അങ്ങനെ ഇതാ വെളുത്തുള്ളിയൊക്കെ കേക്ക് വൃത്തിയാക്കിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ നമ്മൾ കേക്ക് വൃത്തിയാക്കിയിട്ട് ഇതാ ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിരുന്നാണ്. പിന്നെ ഇതിലേക്ക് അച്ചാർ പൊടിയും മസാലയും സുർക്കയും കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഓർക്കാപ്പുളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഓർക്കാപ്പുളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഓവറായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ അപ്പം തന്നെ നമ്മൾ ഓഫാക്കി കൊടുക്കും കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട്, അതേപോലെ അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പുളിക്കുള്ള ആ ഒരു ഇത് ഒക്കെ കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ആയാൽ മതി. അങ്ങനെ നമ്മൾ അച്ചാറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പോകുമ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണേ. നമ്മൾ സ്വന്തം വീട്ടിൽ വന്നാലേ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മളെ കയ്യിൽ എടുത്ത് തരും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയെ, ഇനിയിപ്പോൾ മക്കൾക്കായാലും മുട്ടായി ആയിട്ടും അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ കൊണ്ടുപോയത് ഇതാണ് കേട്ടോ, അച്ചാറാണ്. അച്ചാറും പിന്നെ വേറെയും കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ വയ്യ കാട്ടിത്തരാം. അങ്ങനെ അച്ചാർ ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ചെറി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചെറി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ, മാംഗോൻ്റെ ആ ഒരു ഐസും കാര്യങ്ങളൊക്കെ. അത് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ രാത്രിയത്തെ ഫുഡ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്, മുളക് പൊടിയും പിന്നെ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ പോരാനിറങ്ങിയപ്പം എങ്ങനെ തന്നത്. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.